Good morning guys, welcome back to my channel. Also welcome back to the second part of the unboxing video. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി മറ്റേ വീഡിയോ കണ്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. നമ്മൾ പോയി നമ്മുടെ ബൈക്ക് അൺബോക്സ് ചെയ്തു. ഇന്നാണ് ഡെലിവറി എടുക്കുന്ന ആ സുദിനം. അപ്പോൾ ഐ എം സോ എക്സൈറ്റഡ്. ഇന്ന് ഞാൻ സാധാരണ ഞാനൊരു 8 മണി 9 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് ഞാനൊരു 6:30 ആയി കഴിഞ്ഞപ്പോൾ 6:45 കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ട് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഔട്ട്. ജിമ്മ് തുടങ്ങി പിന്നെ ഇതേവരെ ജിമ്മിൽ പ്രോപ്പറായിട്ട് പോയി ഒന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ളത് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ പോയി രാവിലെ തന്നെ ഒരു 1 hour വർക്കൗട്ടൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. ഇപ്പോൾ ഒരു 8:30 11:30 ആകുമ്പോൾ ഞാൻ ഇവിടുന്ന് കൊച്ചിയിലേക്ക് പോകണം. ചെന്നിട്ട് അപ്പോൾ എന്നെ ഹെൻറി വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, ഹെൻറിയുടെ സ്കൂട്ടറിന് പോയിട്ട്. അപ്പോൾ എനിക്ക് കാറ് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഡ്രൈവ് ചെയ്യാനാളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ ഹെൻറിനെയും കൊണ്ട് കൊച്ചിയിൽ ചെന്ന് ദുക്കാട്ടിയുടെ ഷോറൂമിൽ നിന്ന് ഉച്ച കഴിയുമ്പോൾ നമ്മുടെ പുതിയ ബൈക്ക് കിട്ടും. അപ്പോൾ പിന്നെ ഇന്നലെ നമ്പറും പരിപാടികളൊക്കെ രജിസ്ട്രേഷനും പരിപാടികളും മൊത്തം കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൊരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഞാൻ കൊണ്ടുവരാൻ പോണത് എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെയാണ്. ആരാന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ബാ ഓടുക. ഇതാണ് പ്രിസ്ബി. Sit. Good boy. Shake. Shake. കൈ തരോ 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 കൈ തരുന്നുണ്ടോ നീ? ഞാൻ പോണോ? ഇതാ പോടോ. എന്നാ ഞാൻ പോവാം. ഓക്കെ, പൊന്തട്ടെ, കയ്യിലേക്ക് വെക്കി. കളിക്കാൻ നീ ചേക്കു. This is Frisbee guys. He's a golden retriever and he's my best friend. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയെ പറയാം. ഇവിടുന്ന് ഹെൻറി 11:30 വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് പോയി ഫുള്ളായിട്ടൊന്ന് കുളിച്ച് സെറ്റായിട്ട് വരാം. ജിമ്മിലെ കുറച്ച് വിഷ്വൽസ് അപ്പോഴേക്കും നിങ്ങൾ കണ്ടിട്ട് തിരിച്ചു പോകാം. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഹെൻറി വന്നു. ഹെൻറിയുടെ കൂടെ നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോണ വഴി ഞങ്ങൾ ഹെൻറിയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി കയറിയത്. ഇപ്പോൾ സമയം ഏകദേശം 12:15. ഹെൻറി വന്ന് നമ്മളെ പിക്ക് ചെയ്തു. ഞാൻ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാനും ഹെൻറി. അപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൻറിയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആലുവയിൽ കയറിയതാണ്. 1:30-2 മണിയാകുമ്പോൾ ഞാൻ ഷോറൂമിൽ എത്തുന്ന പറഞ്ഞാണ്. അതിന് മുമ്പ് പോയിട്ട് എനിക്ക് ഹെൽമെറ്റ് ഒന്ന് ചൂസ് ചെയ്തെടുക്കണം ബൈക്കിന്. കാരണം തിരിച്ചു വരുന്ന സമയത്ത് എന്തായാലും ഹെൽമെറ്റ് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് എടുക്കണം. പിന്നെ 1:30 ഷോറൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടി ഡെലിവറി എടുക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. എത്ര പേർക്ക് പരിചയമുണ്ടെന്നറിയില്ല, ഹെൻറി ഹീസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. എൻ്റെ ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് പുറത്തുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഹെൻറിയാണ്. നമ്മൾ ഇന്ന് ജോലി പകുതി വെച്ച് ഉപേക്ഷിച്ച് വണ്ടിയുടെ ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡ്രോപ്പ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഹെൻറിനെ കണ്ടേ. ഹെൻറിയുടെ പുതിയ ഏച്ചറിൻ്റെ സ്കൂട്ടറാണ്, ഇലക്ട്രിക് സ്കൂട്ടർ. റിച്ച് ഗൈസ്. അപ്പോൾ ശരി. ഇപ്പോൾ സമയം കൃത്യം ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് 5 മിനിറ്റായി. ഞങ്ങളിപ്പോൾ ഉള്ളത് ദുക്കാട്ടി കൊച്ചിയിലാണ്. ഏറ്റവും രസമുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ദുക്കാട്ടി കൊച്ചിയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഇവിടെ നിന്നൊരു ബൈക്ക് മേടിച്ച സമയത്ത്, അതും ഒരു സൂപ്പർ ബൈക്ക് എടുത്തിട്ട് നേരെ ഏത്തറിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിൽ അതിൻ്റെ ഡെലിവറി എടുക്കാൻ വന്നത്. പിന്നെ എൻ്റെ കൂടെ വേറെ അങ്ങനെ അധികാരമൊന്നും വന്നില്ല. എല്ലാവരും തിരക്കും പരിപാടികളായതുകൊണ്ട് ആരും വിളിച്ചില്ല. പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കര ആഘോഷം പരിപാടികളോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് നേരെ വന്നു. അപ്പോൾ അത് ഡെലിവറി എടുക്കാൻ പോവാണ്. നമ്മളങ്ങനെ ഫൈനലി ദുക്കാട്ടിലെത്തി. വണ്ടി റെഡിയായിട്ട് അകത്തിരിപ്പുണ്ട്. അപ്പോൾ ഇനി ബേസിക്കലി റിവീലാണ്, അതായത് ഏതാണ് എൻ്റെ വണ്ടി എന്നുള്ളത് മറ്റേ വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതാണ് കറക്റ്റായിട്ടുള്ള ഏതാ വണ്ടി എന്നുള്ളത് മനസ്സിലാവുന്നത്. എന്നാൽ നമുക്ക് അകത്തേക്ക് പോകാം.
അതിൻ്റെ ബാക്കിൽ നല്ല സെറ്റായിട്ട് മൂടി പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. ഐ എം സോ താങ്ക്ഫുൾ, ഐ എം സോ ഗ്രേറ്റ്ഫുൾ, സോ എക്സൈറ്റഡ് ഫോർ ദിസ് മൊമെൻറ്റ് ബിക്കോസ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബൈക്ക് മേടിക്കണം എന്നുള്ളത്. ആൻഡ് ഫൈനലി ദ ഡേ ഈസ് ഹിയർ. അങ്ങനെ അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കാം. ഹെൻറി, ഒരു അവസരത്തിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്? ഹെൻറിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് എന്താ? നമ്മുടെ വണ്ടി. എന്താണ് നിനക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? പറയൂ. സന്തോഷം. എന്ത് സന്തോഷം? നീ ബൈക്ക് എടുത്തല്ല. ഞാൻ ബൈക്ക് എടുത്തില്ല, നിനക്ക് എന്തിനാണ് സന്തോഷം? അല്ല, നീ എനിക്ക് ഓടിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കാണിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ മീൻ ലൈക്ക് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് വിസിബിൾ ഫോർ യു ഗൈസ്, പക്ഷേ ഐ എം റിയലി എക്സൈറ്റഡ് അറ്റ് ദിസ് വെരി മൊമെൻറ്റ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് എൻ്റെ സന്തോഷം. അത് ആ പെട്ടി നടക്കുന്ന സമയത്ത്. ഇന്നിപ്പോൾ അത് ഫുൾ പരിപാടി കഴിഞ്ഞ് റെഡി ആയിട്ട് അവിടെ അവർ വെയിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് യു ജസ്റ്റ് ഹാവ് ടു അൺവീൽ ദ ഹോൾ തിങ് ആൻഡ് ഇതാണ് ഐ ക്യാൻ ടേക്ക് ദിസ് ഹോം. ഇന്നെനിക്ക് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എൻ്റെ സ്വന്തം ബൈക്കിൽ ഓടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാം. സന്തോഷം. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് മൊമെൻറ്റ്. കാരണം ജീവിതത്തിൽ എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ബേസിക്കലി ഏൺ ചെയ്യുന്നതാണ്. പക്ഷേ ഐ ലൈക്ക് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ സ്റ്റഫ് ദാറ്റ് ഐ ഹാവ്, അല്ലെങ്കിൽ ഐ ഗെറ്റ്. എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ അവസരങ്ങളായിക്കോട്ടെ, ഓരോ വസ്തുക്കളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ. ഐ എം എ പേഴ്സൺ ഹു ലൈക്സ് ടു ബി ഗ്രേറ്റ്ഫുൾ അബൌട്ട് എവറിത്തിങ് ഇൻ മൈ ലൈഫ്. അപ്പോൾ ദിസ് ഈസ് അനദർ ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു ബി ഗ്രേറ്റ്ഫുൾ ടുഡേ. സോ ദുഃഖാട്ടിൽ നിന്നും ലൈവായി ഹെൻറിയോടൊപ്പം കബ്രി. അപ്പോൾ പിന്നെ ഞാൻ 2 വീഡിയോ ആയിട്ട് പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കണും കൂടി അമർത്തിക്കോ. ഹലോ. അപ്പോൾ ബേസിക്കലി ഇറ്റ്സ് ടൈം ഫോർ us to unbox അല്ലെങ്കിൽ ജസ്റ്റ് അൺറാപ്പ് ദ ബൈക്ക്. എനിക്ക് പറയാൻ പറ്റുള്ള എന്താ പറയേണ്ടത്. ബേസിക്കലി റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. അവരെല്ലാം റെഡി ആക്കിയിട്ട് വിളിക്കും, എന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ 2 minutes. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്നോട് സ്നേഹം കൂടി എനിക്കൊരു എന്താ പറയുക റേസിംഗ് എക്സോസ്റ്റ് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എഴുതിയിരിക്കുന്ന വിലാസം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ആ എക്സോസ്റ്റ് വരുന്നത്. ടാമിഗോണി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഇറ്റാലിയനാണെന്ന് തോന്നുന്നു ബ്രാൻഡ്. ഇതാണ് സ്ക്രാംബ്ലറിൻ്റെ എക്സ്ട്രാ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ്. ഇതാണ് എനിക്ക് വെക്കണം താല്പര്യമുള്ളത്. പക്ഷേ വെരി എക്സ്പെൻസീവ്. ഇവിടെ തൊട്ട പൈസ കേട്ടോ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഒരു ചാർജറുണ്ട്. നമ്മുടെ ബാറ്ററി വീട്ടിലിപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് മൊബൈലൊക്കെ കുത്തിയിടുന്ന പോലെ തന്നെ നേരെ കുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്ത് സ്റ്റഡി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ദുക്കാട്ടി ബാറ്ററി ചാർജർ എന്നാണ്. എവറിത്തിങ് ഇസ് വെരി എക്സ്പെൻസീവ് ഹിയർ. അങ്ങനെ ഒരു പ്രത്യേകത. സമയമായി. ലെറ്റ്സ് ഗെറ്റ് ടു ഇറ്റ്. എങ്ങനെയാണ് ബാക്കിൽ നിന്ന് വലിച്ചാൽ റെഡിയാണോ? I'm the last one to die. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബൈക്ക് ഏതാണെന്നുള്ളത്. ഇറ്റ്സ് എ ദുക്കാട്ടി സ്ക്രാംബ്ലർ നൈറ്റ് ഷിഫ്റ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത് എവിടെ My father told me I was timid child. At school they said I had no style. I was dreaming to be those cool kids, but I can't fucked up my whole teenage life. Now I've been many places, so
വന്ന ചേട്ടന്മാർ കുറേ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വലിയ പരിപാടിയായിട്ടൊന്നും പ്ലാൻ ചെയ്തല്ല, പക്ഷേ ദേ ബീങ് വെരി സ്വീറ്റ് ടു മീ. സോ ലെറ്റ്സ് സ്ലൈസ് ഇൻ ടു ദ കേക്ക് അല്ലേ? Yes. കേക്ക് സെറ്റ് ചെയ്തിട്ട് We're coming home tonight. You never know how to express your feeling, don't you? Oh, we're coming home tonight. എന്തുകൊണ്ടാണ് ഞാൻ ദുക്കാട്ടി ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എൻ്റെ ലൈഫിലെല്ലാം കുറേ നിമിത്തങ്ങളിലൂടെ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ മുംബൈയിൽ ആക്ടിങ് പഠിക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ താഴെ എല്ലാ പ്രാവശ്യവും ചെല്ലുന്ന സമയത്ത് ഒരു ബൈക്ക് മൂടിയിട്ടുണ്ടെന്ന് കാണാമായിരുന്നു. പക്ഷെ അത് സ്ക്രാംബ്ലർ ആയിരുന്നില്ല, ദുക്കാട്ടിയുടെ തന്നെ ഡയവൽ എന്ന് പറയുന്ന മോഡലായിരുന്നു. അപ്പോൾ അത് ഈ ചേട്ടൻ ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യണം ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അവിടുത്തെ ഒരു പുള്ളിയാണ്, ഹിന്ദിക്കാരനാണ്. അപ്പോൾ അന്ന് നമുക്ക് ഈ ബൈക്ക് ഏതാണെന്ന് അറിയാതെ എനിക്കങ്ങനെ ബൈക്സിനോട് ചെറുപ്പം തൊട്ടേ വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടുകാർ പറഞ്ഞു ബൈക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞതാണ്. അതിനുശേഷം കാസ് കംഫർട്ടബിൾ ആയി കാറായിട്ട് അങ്ങനെ പോയി. പിന്നെ ഇപ്പോഴാണ് ബൈക്കിനോട് ഒരു ആഗ്രഹം വന്നിട്ട് ഞാൻ ആലോചിച്ച സമയത്ത് അന്ന് ദുക്കാട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം മാത്രമേ അറിയുള്ളൂ, അല്ലാതെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ദുക്കാട്ടി ഓൺ ചെയ്യുന്നവർ. പിന്നെ ഞാനിങ്ങനെ വെറുതെ ഒരു ദിവസം കൊച്ചിയിൽ ദുക്കാട്ടിയുടെ ഷോറൂം ഉണ്ട്, എന്നാൽ വെറുതെ ഒന്ന് പോയി നോക്കാം. അവിടെ സ്ക്രാംബ്ലർ എന്ന് പറഞ്ഞൊരു ബൈക്ക് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇവിടെ വന്നു, നേരെ വന്ന് ഇവിടെ ഇരിക്കുന്ന ഈ സ്ക്രാംബ്ലേഴ്സ് എല്ലാം ഞാൻ കണ്ടു. അപ്പോൾ ഐക്കൺ ഉണ്ട്, പിന്നെ ഫുൾ ത്രോട്ടിൽ ഉണ്ട്. ഞാൻ അന്ന് ടെസ്റ്റ് വെറുതെ വന്ന് കണ്ടു പോകുന്ന വെച്ച് വന്നാണ്. പക്ഷെ ഇവിടെ ഷോറൂമിൽ നമ്മുടെ അഖിൽ ബ്രോ നൈസായിട്ട് എന്നെ കൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യിപ്പിച്ചു ഫുൾ ത്രോട്ടിൽ. എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ബൈക്ക് ഓടിച്ച് ശീലമില്ലാത്ത ഒരാൾ 800cc പെട്ടെന്ന് എടുത്ത് ഓടിക്കുമ്പോൾ അതിൻ്റെ പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്താ പറഞ്ഞൂടാ, ഫസ്റ്റ് റൈഡ് ചെയ്ത സമയത്ത് തന്നെ ഐ റിയലി ലൈക്ക് ദ ബൈക്ക്. കാരണം ആ ഒരു റൈഡിങ്ങിൽ ഉണ്ടായിരുന്ന കംഫർട്ടും കോൺഫിഡൻസ് എനിക്ക് ബൈക്ക് തന്നത് ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഐ റിയലി ഹാഡ് ഫൺ ഡ്രൈവിങ് ഇറ്റ്. അപ്പം തന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു പ്രാക്ടിക്കൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവരുടെ നൈസായിട്ടുള്ള സോപ്പിടലും കൂടി കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് അത് സെറ്റായി. അങ്ങനെ ഫൈനലി 2-3 ആഴ്ചത്തെ എന്നെ കുറച്ച് വെയിറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷെ എന്നാലും 2-3 ആഴ്ചത്തെ വെയിറ്റിങ്ങിന് ശേഷം കറക്റ്റായിട്ട് വണ്ടി കയ്യിലേക്ക് എത്തി. ആൻഡ് ഐ എം ആക്ച്വലി വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദ ഫാമിലി. I've seen a lot of bikes from Ducati and I've heard it's one of the best brands in the world. അപ്പോൾ എൻ്റെ ആദ്യത്തെ ബൈക്ക് തന്നെ ഇതായതിൽ I really am happy about it. പൈസയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ടീഷർട്ടൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദുക്കാട്ടി വന്നാൽ നല്ല അടിപൊളി ദുക്കാട്ടി ബ്രാൻഡ് ടീഷർട്ട്. My father told me I was born to run. Long way from home, he never doubt his son. Don't call me back until your dreams come true. But I pray for you, be always by your side. Now I've been many places. Thank you so much. അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക്സ്. എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എത്തിച്ചതിനും ബാക്കി എല്ലാ ഹെൽപ്പും ചെയ്തതിനും പിന്നെ എനിക്ക് കുറച്ച് ഓഫേഴ്സും പരിപാടികളൊക്കെ ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ റൈഡ് പോകാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ് മൈ ന്യൂ ബൈക്ക്. ഇതാണ് ഞാൻ നിങ്ങളൊക്കെ കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇത് ഹോൾ പാർട്ട് ഓഫ് ദ ഹോൾ ഐഡിയ ഓഫ് ദ വ്ലോഗ് വാസ് അബൌട്ട് ദിസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കണും കൂടി അമർത്തിക്കോ.